ഹലോ, നമുക്കിന്നൊരു ക്രോഷേ തുളിപ്പ് ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനാവശ്യമായ സാധനങ്ങൾ 4 പ്ലൈ യാൺ വേണം, പിന്നെ 3.5 mm ഒരു ഹുക്ക് വേണം, പിന്നെ ഒരു സിസേഴ്സ്, പിന്നെ ഒരു ഇല ചെയ്യാനുള്ള ഗ്രീൻ കളർ യാണും കൂടെ വേണം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 10 രൂപയുടെ ലോക്കൽ യാണാണേ. പിന്നെ നമുക്കൊരു നീഡിലും കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് റിങ് ഇട്ട് തുടങ്ങാവേ. ഈ മാജിക് റിങ്ങിൽ നമ്മൾ എന്നിട്ട് 6 സിംഗിൾ ക്രോഷേ ഇടണം. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷേ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ നിർത്തും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ, അത് മറന്നു പോകല്ലേ. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നിർത്തി കഴിഞ്ഞ് അടുത്തത് തുടങ്ങുന്നത് നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ തന്നെ ഇൻക്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനില്ലേ, അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയിനിലേക്ക് തന്നെ 2 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് 12 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇത് എണ്ണി നോക്കണം കേട്ടോ. ഈ സ്റ്റിച്ചിൻ്റെ എണ്ണം കറക്റ്റ് ആയിരിക്കണേ. 12 എന്നുള്ളത് 13, 14 ഒന്നും ആയി പോകരുത്. അപ്പം നമ്മുടെ തുളി ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. രണ്ടാമത്തെ റൗണ്ടാട്ടോ നമ്മൾ 12 സിംഗിൾ ക്രോഷേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്തത് നമ്മൾ റൗണ്ട് 3 ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരണ്ടല്ലോ. അല്ലെ പിന്നെ നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഇടാം, ബേസിക് സ്റ്റിച്ചിൻ്റെ. ഓക്കെ, നമുക്കപ്പോൾ തിരിച്ചു വരാം. ഇനി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, പിന്നെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരുന്ന ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ 18 സ്റ്റിച്ചസ് കാണും. അത് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ട് 4 ചെയ്യുമ്പോൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, പിന്നെ ഒരു സിംഗിൾ ക്രോഷേയുടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഒരുമിച്ച് ചെയ്യണം. പിന്നീട് വരുന്ന 5 തൊട്ട് 12 വരെയുള്ള റൗണ്ടുകളിൽ നമ്മൾ സിംഗിൾ ക്രോഷേ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അപ്പോൾ ഒരു കൊട്ട പോലുള്ള ഷേപ്പ് കിട്ടും നമുക്ക്. പിന്നെ അതിനുള്ളിലേക്ക് പോളി ഫൈബർ വെച്ച് ഫില്ല് ചെയ്തിട്ട് 2 സൈഡും ഇങ്ങനെ ക്രോസ് ആയിട്ട് തയ്ച്ച് വയ്ക്കുക. അപ്പോൾ അത് ഒരു തുളിപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുമേ. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾ അതിനുള്ളിൽ കൂടെ തന്നെ താഴത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ആദ്യം ചെയ്തു തുടങ്ങിയ സ്റ്റിച്ചില്ലേ, അതിലേക്ക് ചേർത്ത് കെട്ടിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാവേ. ഇനി അടുത്തായിട്ട് ലീഫ് എങ്ങനെ ചെയ്ത് നോക്കാം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 രൂപയുടെ യാണാണ് എടുത്തിരിക്കുന്നത്. അതിൽ 18 ചെയിൻ ഇടുക. 18 ചെയിൻ ഇട്ടിട്ട് ആദ്യത്തെ 2 സ്റ്റിച്ചിലേക്കും സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ യാൺ ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ യാൺ ഓവർ ചെയ്തെടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ചായിട്ട് ഇടുക. അങ്ങനെ 2 ചെയ്തിട്ട് പിന്നെ സിംഗിൾ ക്രോഷേ 2 ചെയ്യുക. ആ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് ലാസ്റ്റത്തെ 4 സ്റ്റിച്ചിന് മുമ്പ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ നിർത്തണം. പിന്നെ വരുന്ന 4 സ്റ്റിച്ചിൽ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുക. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് 2 സ്റ്റിച്ചിലും ചെയ്യുക. ഇനി യാണൊന്ന് ടേൺ ചെയ്തിട്ട് ഇപ്പുറ സൈഡ്, ലീഫിൻ്റെ ഇപ്പുറ സൈഡ് നമ്മൾ ഈ സ്റ്റിച്ചസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആദ്യം 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, പിന്നെ സിംഗിൾ ക്രോഷേ, പിന്നെ 4 സ്റ്റിച്ചിന് മുമ്പ് വരെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സിംഗിൾ ക്രോഷേ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നിർത്തുക. അങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മ് ചെയ്യാൻ എല്ലാവരും ഒരു കമ്പിയിലാണ് സാധാരണ ചെയ്യുന്നത്. എൻ്റെ കയ്യിലത് ഇല്ലായിരുന്നതുകൊണ്ട് ഞാനൊരു ഈർക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈർക്കിലേക്ക് നമ്മൾ ഗം തേച്ച് കൊടുത്തിട്ട് ആ ഗ്രീൻ കളറിയാണ് താഴെ വരെ ചുറ്റി കൊടുത്തു. അതിനുശേഷം ലീവ്സ് അറ്റാച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ തുളിപ്പ് റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.